ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കൊച്ചി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു പൊളിറ്റിക്കൽ വാർ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. എന്നാൽ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്കറിയേണ്ടത്. അതിന് മാത്രമാണ് പ്രസക്തിയുള്ളത്. ഏതായാലും കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ GCDA വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ നടത്തിപ്പുകാരായ GCDA ഒരു വാർത്താക്കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെയും അവർ പരാമർശിക്കുന്നുണ്ട്. അതായത് നവംബർ 30 മുന്നേ സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും എന്ന ഒരു ഉറപ്പ് സ്പോൺസർ നൽകി എന്നാണ് ഇവർ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തവണത്തെ ISL മത്സരങ്ങൾ അത് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേഡിയം കൈമാറും എന്നാണ് GCDA ഇപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സിന് പുറത്തേക്ക് പോവേണ്ടി വരില്ല, സ്റ്റേഡിയം കൈമാറും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ പിന്നീട് അഭിക് ചാറ്റർജി അതിനെ തള്ളിക്കളഞ്ഞിരുന്നു. ഏതായാലും 19 സ്റ്റോപ്പേജിന്റെ മാധ്യമ പ്രവർത്തകനായ ധനഞ്ജയ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ നിലപാട് എന്താണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിലവിൽ കേരളം വിട്ട് പുറത്ത് പോകാൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല. ISLന്റെ തീയതി അനൗൺസ് ചെയ്യുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ക്ലബ്ബ് ഉള്ളത്. കൊച്ചി സ്റ്റേഡിയത്തിൽ തന്നെ കളിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. ISL തുടങ്ങുമ്പോഴേക്കും കൊച്ചി സ്റ്റേഡിയം തങ്ങൾക്ക് വിട്ടുകിട്ടും എന്നാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ക്ലബിന്റെ ഒരു നിലപാടായിക്കൊണ്ട് ധനഞ്ജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ആശങ്കകൾ ഒന്നും വേണ്ട, കൊച്ചി സ്റ്റേഡിയത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. ക്ലബിന് സ്റ്റേഡിയം വിട്ടു നൽകും എന്ന കാര്യം GCDA ഇപ്പോൾ പുതിയതായി കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.